അള്ളാഹിനെ പറ്റി എന്ന് പറയുന്ന ആള് നബിയെ പറ്റി എന്തായിരിക്കും പറയാ? നബിയൊക്കെ കാന്തപുരത്തിന് ഒരു ഒന്നുമല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമല്ല. ഞാൻ പറഞ്ഞ ഡയറക്റ്റ് പോവാണ്, ഫ്രീ പാസ് ആണ്, വെറുതെ ചാടിക്കേറാണ് അങ്ങോട്ട്. നേരെ ഡയറക്റ്റ് ഒറ്റ ചാട്ടാണ്, വേറൊന്നുമില്ല. ഇടയ്ക്കൊരു തടയില്ല നരകത്തിലേക്ക്. എന്താ പറയുന്നത്? ഇവിടെ മലപ്പുറം ജില്ലയിലെ കുണ്ടൂർ എന്ന ആൾ, ഒരു ഉടുപ്പില്ലാത്ത ഒരു മൂലരുണ്ടായിരുന്നു. മൂപ്പര് ഉടുപ്പില്ലാത്ത സ്റ്റേജ് മേലൊക്കെ കണ്ടിട്ടുള്ളത്. ആ കുണ്ടൂർ ഉസ്താദ് അയാള് ഇടക്ക് മദീനത്ത് ചെല്ലും, റസൂലുള്ളാഹിന്റെ ഖബറിനടുക്കൽ ചെല്ലും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുക്കൽ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പൊ ഒരിക്കൽ കൊണ്ടുവരും പറഞ്ഞു, ഇനി ഞാൻ വരില്ല, ഞാൻ അപ്പുറത്ത് നിന്ന് പച്ചക്കുപ്പയുടെ മുകളിൽ നോക്കിക്കും. അങ്ങനെ മൂപ്പര സ്വഭാവം ഉണ്ടെന്ന് വേറെ പറയണ്ട, ആയിക്കോട്ടെ. അപ്പോ അടുത്ത പ്രാവശ്യം ഞാൻ വന്നാൽ ഇങ്ങോട്ട് വരില്ല, അഥവാ നബിയുടെ ഖബറിനടുക്കലേക്ക് വരില്ല, മാറി നിൽക്കുന്നു, തിരക്കായത് കൊണ്ട് എന്ന് പറഞ്ഞ് പോകുന്ന ആളാണ്. പിറ്റേ കൊല്ലം അവിടെ ചെന്നിട്ട് അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ പോയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുക്കലേക്ക് പോയില്ല, മാറി നിൽക്കാണ്, ദൂരേക്ക് മാറി നിന്നു. അങ്ങനെ ഭയങ്കര തിരക്ക്. അങ്ങനെ കൊണ്ടൂര് മാറി നിൽക്കുമ്പോ അതാ വരുന്നു ഒരാൾ. ആരാണത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരക്കിനുടെ ഇടയിലൂടെ വന്നിട്ട് കൊണ്ടൂർ അവിടെ നിൽക്കാണല്ലോ, കൊണ്ടൂർ അടുക്ക് വന്നിട്ട് കൊണ്ടൂർ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കൊണ്ടൂരിനെ വിളിക്കാണ്. കൊണ്ടൂർ വാ എന്ന് വിളിക്കാണ്. കൊണ്ടൂർ പറഞ്ഞു, നോ, ഞാൻ വരുന്ന പ്രശ്നമില്ല, കാര്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു. എന്ത്? ഞാൻ വരില്ല എന്ന് പറഞ്ഞ തിരക്കാട്, ഭയങ്കര തിരക്കാണ്, എനിക്ക് ഇടികൊള്ളാൻ പറ്റില്ല, ഞാൻ ഇടികൊണ്ട് ഞാൻ നിങ്ങളെ കാണുന്നില്ല, അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ കാണാൻ വരില്ല എന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറയാണ്, കൊണ്ടൂരെ, എന്നെ കണ്ടില്ലേലും വേണ്ടില്ല, നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവ കൊണ്ടൊരു ചിന്തിക്കുക, സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ ആളാണ് നിൽക്കണേ, കാരണം അഷ്റഫുൽ ഖൽഖാണല്ലോ, ഇതിനേക്കാളും വലിയ ആളില്ല. അപ്പൊ ഇയാൾ ഇവിടെ നിൽക്കുമ്പോ അവിടെ ഇരിക്കുന്ന ആളാരായിരിക്കും എന്ന് പേടിച്ചിട്ട്, എന്ന് സംശയിച്ചിട്ട് അതെ കൊണ്ടൂര് പോവുകയാണ്, കൊണ്ടൂര് ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോ അവിടെ ഇരിക്കുന്നത് ആരാണ്? ഹുനാക ശൈഖ് അബൂബക്കർ. ആരായിരിക്കണേ? അബൂബക്കർ മുസ്ലിയാരാണ്. അബൂബക്കർ മുസ്ലിയാർ അവിടെ കസേര ഇട്ടിരിക്കുകയാണ്. എന്താ മൗലവി ബോധക്കേട് പറയണത് എന്നായിരിക്കും ചിലപ്പോ ചിന്തിക്കും. ഞാൻ ബോധക്കേട് പറയല്ല, ബോധം കെട്ടൊരു മുസ്ലിയാർ പറഞ്ഞതാ, കേട്ടോളൂ ഈ വിവരം. ഉസ്താദ് ഒരു ആശിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല, റൗദയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീന്. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ റൗദയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂല പറഞ്ഞല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ല സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്, എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ, അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിനോട് അങ്ങ് ചെന്നപ്പോൾ കൊണ്ടൂർ സാഹിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞപ്പോ, ഹുനാക ശൈഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. കണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുന്നുണ്ട്, കാന്തൂർ മുസ്ലിയാർ ഇരിക്കുന്നുണ്ട്. മനസ്സിലായോ? നല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ മര്യാദ കിടക്കണോ? അള്ളാഹുവിന്റെ റസൂൽ നിൽക്കുമ്പോ കാന്തപുരം മുസ്ലിയാർ കസേരയിട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ വിളിക്കാൻ പോയിരിക്കുന്നു. ആരെ? കൊണ്ടൂരെ വിളിക്കാൻ പോയിരിക്കുന്നു. കാന്തപുരം അവിടെ ഇരിക്കുകയാണ്. എന്താ അവര് വിചാരിച്ച്? കാന്തപുരം മുസ്ലിയാരിക്കുമ്പോ മുത്തല്ലിമീങ്ങൾ ചായ മേടിക്കാൻ പോണ പോലെ അള്ളാഹുവിന്റെ റസൂൽ കാന്തപുരത്ത് ഇരുത്തിയിട്ട് വിളിക്കാൻ പോയിരിക്കുകയാണ്. ആരെ? കൊണ്ടൂരിനെ. ആരായി കൊണ്ടൂര്? ആരാണ് ഈ കാന്തപുരം? ആരാണ് ഈ ചണ്ടി? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ആളാകാൻ മാത്രം വലിയ ചണ്ടി ആര്? നിങ്ങൾ ചിന്തിക്കണം. എത്ര അപകടകരമായ വാദമാണ്, എത്ര അപകടകരമായ. ഒരു മുസ്ലിമിന് മുസ്ലിമായി നിന്നുകൊണ്ട്, വിശ്വാസിയായി നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന വാക്കാണോ?
ഒരു മുസ്ലിമിന് മുസ്ലിമായി നിന്നുകൊണ്ട് ഉയർത്തിവെക്കാൻ പറ്റുന്ന ആശയമാണോ? എത്ര അപകടകരമായ വാദമാണ് മുസ്ലിം ഉമ്മത്ത് കേൾക്കേണ്ടി വരുന്നത്. ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിച്ച ഒരുപാട് ആളുകൾ കടന്നുപോയിട്ടുണ്ട്. CV ചെറിയാൻ കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ ഒരുപാട് ഓറിയന്റലിസ്റ്റുകൾ കഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ ആരോപണം പറഞ്ഞ ആരാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ആക്ഷേപിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ നിസാരപ്പെടുത്തുന്ന ആളുകൾ. ആർക്കു വേണ്ടി? ഒരു മുസ്ലിയാര്. ആ മുസ്ലിയാരാണ് ഇവരെക്കാളൊക്കെ വലുതെന്ന് ഞാൻ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ, മുസ്ലിം ഉമ്മത്ത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഉമ്മത്തിന് അത് സ്വീകാര്യ